എല്ലാ കൂട്ടുകാർക്കും അനു ആൻഡ് മീയിലോട്ട് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ അച്ചാറോട് കൂടിയ അയിലക്കറിയുടെ റെസിപ്പിയാണ്. ഈ തട്ടുകടയിലൊക്കെ നമ്മൾ പോയി കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന നല്ല തേങ്ങയൊക്കെ അരച്ചിട്ട് അവർ തയ്യാറാക്കുന്ന ആ ഒരു രീതി, നല്ല കുറുകിയ അച്ചാറോട് കൂടിയ നല്ല ഒന്നാന്തരം അയിലക്കറിയുടെ റെസിപ്പിയാണ്. ചോറിനൊപ്പം മാത്രമല്ല കേട്ടോ, ദോശയോടൊപ്പം ആപ്പത്തിൻ്റെ കൂടിയും ഒക്കെ നമുക്ക് ഈ ഗ്രേവി കൂട്ടി കഴിക്കാം. ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കപ്പ, വേവിച്ച കപ്പയോടൊപ്പം ഈ ഒരു മീൻകറി, ഈ ഒരു ചാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടി തയ്യാർ ചെയ്തെടുക്കണം നമുക്ക് നോക്കാം. അതിനു മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 1/2 കിലോ അളവിൽ അയില എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. കറി തയ്യാറാക്കുന്നത് ചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടിയൊക്കെ ഇവിടെ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ പ്രത്യേക രുചിയാണ്. അപ്പോൾ എണ്ണയ്ക്കൊന്ന് ചൂടായെന്ന് കാണുമ്പോൾ 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കണം. കടുകൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പെരിഞ്ചീരകമൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇതിനകത്തോട്ട് ചെറിയൊരു പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 കൈപ്പിടി അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതായത് 2 അല്ലി മുഴുവനായിട്ട് ചെറിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടുതലായിരിക്കും. ഇനി വെളുത്തുള്ളിയുടെ ഒക്കെ നിറമൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറിലാവുന്നത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നിറമൊക്കെ ഒന്ന് ചെറുതായി മാറിയെന്ന് കാണുമ്പോൾ ഇതിനകത്തോട്ട് 4 പച്ചമുളക് നിറയെ കീറിയതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണയിലൊക്കെ ഒന്ന് കടന്ന് നിറമൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരട്ടെ. അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി വാടിയെന്ന് കാണുമ്പോൾ 1 കപ്പ് അളവിൽ ചെറിയ ഉള്ളി മുറിച്ചതാണ്, അതുകൂടെ ചേർക്കാം. ഇനി ചെറിയ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റായിട്ടൊന്ന് വരട്ടെ. ചെറുതീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുള്ളിയൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാൻ സവാള കൂടെ ചേർക്കുന്നുണ്ട്. 2 വലിയ സവാള കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി സവാള 2 എണ്ണം നീളത്തിലരിഞ്ഞത് അതുകൂടെ ചേർക്കാം. ഇനി ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി നന്നായി സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ചെറുതീയിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ വഴറ്റി കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് സോഫ്റ്റായിട്ട് വരും. ഉള്ളി കണ്ടോ, ഇതുപോലെയൊക്കെ ഒന്ന് ഉള്ളി വാടി തുടങ്ങുമ്പോൾ ഒരു 3 ചെറിയ തക്കാളി അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് സോഫ്റ്റായി ഉടഞ്ഞു വരും. ആ ഒരു സമയം വരെ തുറന്ന് വെച്ചിട്ടൊരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഒരു 15 മിനിറ്റ് ഉണ്ടോ, തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് കറിക്ക് ആവശ്യമായ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ ഒരു യെല്ലോയിഷ് കളറായിരിക്കും. എന്തായാലും മുളക് പൊടിയുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ ചെറുതീയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു മസാലയുടെ പകുതി പോർഷൻ നമ്മൾ തേങ്ങയുടെ ഒപ്പം അരയ്ക്കാൻ വേണ്ടി എടുക്കും. ബാക്കിയുള്ള മസാലയിലാണ് നമ്മൾ പുളിവെള്ളം ചേർത്ത് തിളപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ച് പോർഷൻ ഞാൻ മാറ്റിയിട്ട് തേങ്ങയുടെ ഒപ്പം അരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചെറിയൊരു ഇത് കുറച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ മസാല ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങയോടൊപ്പം അരയ്ക്കാം. അപ്പോൾ ഇത് അരയ്ക്കുന്ന നേരം കൊണ്ട് ഇതിൽ നമുക്ക് കറിക്ക് ആവശ്യമായ അളവിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളി വെള്ളമൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അരപ്പ് ഒന്ന് അരച്ചെടുക്കാം.
പുളിവെള്ളത്തിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കി എടുത്തിട്ടുള്ള ആ ഒരു മസാല കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. സ്വല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വയ്ക്കാം. ഇത് നോക്കിയാൽ നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായി തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു അരപ്പ് അത് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. കണ്ടോ, തേങ്ങയുടെ അരപ്പ് റെഡിയാണ്. കറിയിൽ ചേർത്ത് കൊടുക്കാം. ജാറിനകത്തോട്ട് നമുക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒരു 1.5 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ അളവിൽ വെള്ളം ചേർക്കാം. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇനിയോട് ഈ തേങ്ങയുടെ ഈ ഒരു അരപ്പ് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിയൊക്കെ നന്നായി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് കറിവേപ്പിലയും മല്ലിയില ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മൂടി ഉപയോഗിച്ച് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് മീനൊക്കെ നന്നായി ഒന്ന് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് നന്നായി രീതി ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് തേങ്ങയുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി നമ്മളിട്ട മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇതിന് മുകളിലായിട്ട് സ്വല്പം പച്ച വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. ചോറിനും ചപ്പാത്തിക്കും ദോശയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഉഗ്രൻ കറിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.